ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ അബുൽ അല മൗദൂദി അദ്ദേഹം എഴുതിയ തത്വസംഹിതയാണ് ഇന്ത്യ രാജ്യത്ത് ഈ പറയുന്ന ഈ ISIS ആണെങ്കിലും ലഷ്കർ ഇ തൊയ്ബ ആണെങ്കിലും ബാക്കി ആരാണെങ്കിലും അവർക്കൊക്കെയുള്ള ആശയപരമായ ആയുധം അണിയിച്ചവരാണ്. മാത്രമല്ല ഈ രാഷ്ട്രീയ ഇസ്ലാം അതല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് അതിനെക്കുറിച്ച് അബുൽ അല മൗദൂദി കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ പുസ്തകങ്ങളൊക്കെ ഇപ്പോഴും വിൽക്കപ്പെടുന്ന ആ സാഹിത്യങ്ങൾ കിട്ടുവാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗികമായ പ്രസിദ്ധീകരണ വിഭാഗമായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് IPH ആ IPH-ലൂടെ ആ പുസ്തകങ്ങൾ ഇന്നും ലഭ്യമാണ്. ഇവിടെ മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ജനാധിപത്യം നമ്മൾ കാണുന്നത് ഇവിടെ ഈ ഇവരുണ്ടാക്കിയ ടെലിഗ്രാം എന്ന് പറയുന്ന ചാറ്റിംഗ് ഗ്രൂപ്പിലാണെങ്കിലും അല്ലെങ്കിൽ സമീർ അലിയുടെ പേരിലുള്ള ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിലാണെങ്കിലും അതിലൊക്കെ വന്നിട്ടുള്ള പ്രധാനമായ ആശയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും എതിർക്കാൻ വേണ്ടിയാണ്, വളരെ കൃത്യമായിട്ട്. അല്ലാതെ ഇത് കേവലം ഈ മോഡി ഭരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു ചില പ്രശ്നങ്ങൾ കൊണ്ടോ ഉള്ള സാഹചര്യം അതൊരു ഭാഗമായിരിക്കാം. പക്ഷേ ഇതിന് യഥാർത്ഥമായ വേരുകൾ എന്ന് പറഞ്ഞാൽ ആശയപരമായി ഇന്നും ഈ ISIS ഭീകരവാദ സംഘടനകൾക്ക് ആഗോളതലത്തിൽ തന്നെ പിന്തുണ നൽകിയ തത്വസംഹിതയുടെ അതിന്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ഇന്ത്യയിൽ അബുൽ അല മൗദൂദി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ടാക്കിയ സാധനമാണ്. അത് ഇന്നും ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളടക്കം. ആര്യാടൻ ഷൗക്കത്ത് കുറച്ചു നാൾ മുമ്പ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞതാണിത്. എന്നാൽ ഇതൊക്കെ മറക്കാൻ തയ്യാറായിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. നിലമ്പൂരിലെ അംഗം അടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വയമേ ജയിക്കുക എന്നതിനപ്പുറം ഇടതുപക്ഷത്തെ എങ്ങനെ തകർക്കാം എന്നത് മാത്രമാണ് ഓരോ പാർട്ടിയുടെയും തലപുകഞ്ഞ ആലോചന. ജനവികാരം അറിഞ്ഞു പ്രവർത്തിക്കുന്ന LDFനെ അങ്ങനെ അങ്ങ് താഴ്ത്താൻ ജനങ്ങൾ അനുവദിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരു പ്രത്യേക പ്രാധാന്യമൊന്നും ഞാൻ കാണുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നിലപാട് അവർ ആവർത്തിക്കുകയാണ് ചെയ്തത്. ആ നിലപാടിനെ കേരളം തള്ളിക്കളഞ്ഞതാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കൊക്കെ അനുഭവപ്പെട്ടതുമാണ്. ഇതിൽ അപ്രതീക്ഷിതമായ ഒന്നുമില്ല താനും. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല. ജനങ്ങൾ മതനിരപേക്ഷ നിലപാടിനോടൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പാണ്. അതെ, ചേരേണ്ടവരാണ് ചേർന്നിരിക്കുന്നത്. അവരുടെ പടപ്പുറപ്പാടുകളൊന്നും ഇടതുപക്ഷത്തെ, നമ്മുടെ സർക്കാരിനെ തളർത്താൻ പോകുന്നേയില്ല. അവരുടെ പ്രവർത്തനങ്ങളൊന്നും ഒരു തരത്തിലും LDFനെ ബാധിക്കാനും പോണില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ ഒന്നിനു പിന്നാലെ ഓരോ തന്ത്രവും കുതന്ത്രവുമായിട്ട് പ്രതിപക്ഷ പാർട്ടികൾ ഇറങ്ങുന്നുണ്ടെങ്കിലും അതെല്ലാം അവർക്ക് തന്നെ വിനയാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴിതാ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയും നിലമ്പൂരിൽ UDFനെ പിന്തുണയ്ക്കാൻ ഇറങ്ങിയിരിക്കുന്നു. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നടത്തിയ വിമർശനങ്ങൾ ഇപ്പോൾ, അതായത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രം പ്രസക്തമല്ലെന്നാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറയുന്നത്. UDFൽ അസോസിയേറ്റ് അംഗമാക്കണമെന്ന വ്യവസ്ഥയിലാണ് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നേരത്തെ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിലപാടായിരുന്നു ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിരുന്നത്. അത് നടപ്പിലാകാതെ വന്നതോടെ ഇടതുപക്ഷത്തെ തകർക്കാൻ ഷൗക്കത്തിനെ UDFനെ പിന്തുണയ്ക്കുക എന്നതാണ് പുതുതായി കണ്ടെത്തിയിരിക്കുന്ന വഴി. നിരുപാധികമായ പിന്തുണയാണ്. ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് അവർ ഒരു കാര്യവും ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ടിട്ടില്ല, അസംബ്ലി തെരഞ്ഞെടുപ്പിലും ആവശ്യപ്പെട്ടിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ ഉണ്ടായി. ഞങ്ങൾക്ക് ഒരു തരത്തിലുമില്ല അവർ ഞങ്ങൾക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിന്തുണ കൊടുത്താണല്ലോ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ 20 സീറ്റിൽ കോൺഗ്രസിന് പിന്തുണ കൊടുത്താണ്. ഇടതുപക്ഷ സർക്കാരിനോടുള്ള വിയോജിപ്പ് മാത്രമാണ് വെൽഫെയർ പാർട്ടി UDFനെ പിന്തുണയ്ക്കുന്നതിന് കാരണം. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെ ശക്തിയുക്തം എതിർക്കുന്ന മുന്നണിയാണ് LDFും CPIMും. പിന്തുണ നൽകുന്നതോടെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ കക്ഷിയായ വെൽഫെയർ പാർട്ടിക്ക് UDFൽ അസോസിയേറ്റ് അംഗത്വവും നൽകും. പ്രത്യുപകാരമായിട്ട് തന്നെയാണ് അസോസിയേറ്റ് അംഗത്വം നൽകുന്നത്. PV അൻവർ തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും അംഗത്വം നിഷേധിച്ച VD സതീശനാണ് ജമാഅത്തെയുമായുള്ള ധാരണയ്ക്ക് മുൻകൈ എടുത്തതെന്നാണ് മറ്റൊരു കാര്യം. സംഘപരിവാറിന്റെ ഇസ്ലാം പതിപ്പായി അറിയപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയ അടിത്തറ തന്നെ മതമൗലികവാദവും വർഗീയതയും മാത്രമാണ്. ഇതേ ചൊല്ലിയുള്ള ഭിന്നത നിലമ്പൂർ ഫലത്തെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് വെൽഫെയർ പാർട്ടിക്ക് നൽകിയ വാഗ്ദാനം പരസ്യപ്പെടുത്താത്തതും.